ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ പ്രാവുംകൂടൊക്കെ ഒന്ന് സ്ഥാനം മാറാൻ പോവാം കേട്ടോ. അപ്പോൾ ആ സ്ഥാനത്തേക്ക് ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് അതിഥീനെ. ഏട്ടൻ്റെ റിട്ടയർമെൻ്റ് ആയിരുന്നല്ലോ കഴിഞ്ഞ 31-ാം തീയതി. അന്ന് ഫാമിൽ നിന്ന് കൊണ്ടുവന്ന സമ്മാനമാണ്. എവിടെയാണ് വെക്കുകയെന്ന് നോക്കുമ്പോഴാണ് അപ്പോൾ ആണ് പ്രാവുംകൂട് മാറ്റിയിട്ട് അവിടെ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ഒരു ഇഴഞ്ഞിണ്ടായിരുന്നു, അന്നത്തെ കാറ്റിൽ അത് വീണ് പോയല്ലോ. അപ്പോൾ ആ സ്ഥാനത്ത് ഇപ്പോൾ മാവത്തായി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തണലും ആവാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ നട്ടു കൊടുക്കുക കേട്ടോ. എന്നാലും നമ്മുടെ ചെടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മണ്ണ് കോരിയിടുമ്പോൾ ചെടി എൻ്റെ മുകളിലേക്കാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ചാക്കൊക്കെ വിരിച്ച് വെച്ചിട്ട് അങ്ങനെയാകുമ്പോൾ നമ്മുടെ ചെടി നശിച്ചും പോവില്ലല്ലോ. അത്യാവശ്യം വലിയൊരു തൈ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അത് പൂത്ത് തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്തൈ വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ വെർമി കമ്പോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ കുമ്മായം, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെക്കണില്ല, ഇന്ന് വെക്കാം. അത് കുമ്മായിട്ടിട്ട് 10 ദിവസം കഴിഞ്ഞാ വേറെ ഇറങ്ങുള്ളൂ. 15 ദിവസം കഴിയില്ലേ ഇതിലേക്കൊക്കെ വേറെ ഇറങ്ങണമെങ്കിലേ. അപ്പം പിന്നെ കുമ്മായി ഇട്ടതിൻ്റെ ശേഷം നമ്മൾ നന്നായിട്ട് മണ്ണിട്ട് മൂടുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ചകിരിച്ചോറും പിന്നെ നമ്മുടെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഈ ചകിരിച്ചോറിൽ യൂറിയും ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു നല്ല വളമാണ്. അപ്പോൾ ചകിരിച്ചോറ് എന്ന് പറയുന്നത് നമ്മൾ വേറെ ഇടാനൊക്കെ നന്നായി സഹായിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണിട്ടതിന് ശേഷം വീണ്ടും എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ വളങ്ങളൊക്കെ ഇട്ടിട്ട് കുഴിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലേക്കൊന്ന് വിളിച്ച് നോക്കിയതാണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പിന്നെ ഇത് ഇനി എങ്ങനെയാണ് അത് വെക്കേണ്ടത് മാവ് തൈ എന്നൊക്കെ ഏട്ടൻ വിളിച്ച് ചോദിക്കുക കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് വരാം, ഞങ്ങൾ വെച്ച് ഈ പറഞ്ഞ അളവ് വരെയിട്ട മണ്ണിൽ തന്നെ ഏകദേശം ചാണപ്പൊടിയും പിന്നെ കുറച്ച് കുമ്മായവും പിന്നെ ഈ നമ്മളെ ഇതും കൂടി ചേർത്തിട്ടാണ് അടി തൊട്ടേട്ടത്. ഇനിയുള്ളതാണ് നമ്മളെ ഇത് സൂപ്പർ മീല് ചേർത്തിയുള്ള വളം ഇടാൻ പോകുന്നത്. ഇതുവരെ ഇട്ടില്ല, പക്ഷെ ചാണപ്പൊടി എല്ലാം ഇട്ടില്ല. ഇതൊരു അടിക്കുള്ളൊക്കെ വളത്തെ ഒരു മണ്ണിനെ ചെയ്തത്. അതായത് ഭൂമിന്റെ ഇതിന്റെ ആ ലെവല് ആവണ അത്രയും ഉയരത്തിൽ വരെ. അതെയോ, എന്നാ ഞാൻ മണ്ണൊക്കെ മിക്സ് ആക്കി അവിടെ റെഡിയാക്കി വെക്കാം. മതി. അങ്ങനെ നമ്മുടെ ശ്രീധരേട്ടനും രമേശും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ തൈ വെക്കാൻ വേണ്ടിയിട്ട്. അതുണ്ട് കൂടി കാര്യമുണ്ട്. അപ്പോൾ ഇതുമ്മലെ പൂവുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പൂവൊക്കെ ഒന്ന് നുള്ളി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ പൂവ് നമ്മൾ എപ്പോഴും നുള്ളി കൊടുക്കണം. അപ്പോൾ ഇനി പിടിച്ച് ഉഷാറായതിന് ശേഷം മാത്രം പൂ പിടിപ്പിച്ചാൽ മതി കേട്ടോ. മഴ ഇന്നലെ നല്ലൊരു മഴ പെയ്തല്ലോ. ഇന്നലെ വരെ ഞാൻ വൈകുന്നേരം വിചാരിച്ചാ നമുക്ക് തൈ വെച്ചതിന് ശേഷം നമുക്ക് ആ ചുറ്റുഭാഗം നമ്മൾ ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് പുറമേ നിന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, ചാണകപ്പൊടി മണ്ണും കൂടി. ശ്രീധരേട്ടനൊരു സമാധാനമായിക്കോട്ടെ. ശ്രീധരേട്ടൻ തന്നെ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുമ്പോ അതൊരു ഈ കവർ കട്ട് ചെയ്യണം ആദ്യം, അടിയിൽ തിരിച്ചിട്ടേ അടി പൊന്തിക്കണ്ടേ. ചാണപ്പൊടി ഒന്ന് ബദൽ കൊടുത്താ സൂപ്പർ മീൽ ഇട്ടില്ലേ? എന്താണ് ചായ ഉണ്ടായിക്കോ വീട്ടിൽ പോവാ. ഞങ്ങൾ രണ്ടാളും കൂടി ഇതിലെ പോയാലും ചായ വേണ്ടായിരുന്നു. അത് അങ്ങോട്ട് പറഞ്ഞു പോരും. അല്ല അതാ പറഞ്ഞ ഈ കൊമ്പ് അങ്ങോട്ട് വന്നോളും. അതല്ല അങ്ങോട്ട് വരിക, കാരണം വെയിൽ വിടാണ്. അത് അടിഭാഗം കെട്ടിയ
എടുക്കൂലേ ഒന്ന് അടിയാണ് വലിച്ചാൽ കേട്ടോ അടി മടക്കിക്കാളി അങ്ങനെ ഇങ്ങോട്ട് മടക്കിച്ചാൽ ഉള്ളിലേക്ക് മടക്കിച്ചാൽ ആ മടക്കില്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് നമ്മളാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചേൽക്കേണ്ടത്. അതാണ് ശ്രീധരേട്ടൻ പറഞ്ഞു ഞാൻ വരാതെ. ഞാൻ അത് മെല്ലെ മേലേക്ക് എടുക്കാൻ പറ്റൂലേ? മണ്ണ് വന്നോട്ടെ എന്താ പറയാ വലിയ കവറാകുമ്പോ ഇതേമാതിരി ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കമ്പായിട്ട് വന്നോളൂ. ഇത് കാട്ടി കട്ട് ചെയ്ത് കിട്ടോ കൂടുതൽ കമ്പ് ഉണ്ടാകാൻ വേണ്ടി അപ്പോഴേ ബുഷായി ഉണ്ടാവുള്ളൂ അല്ലേ? ഇതേ ചേട്ടാ മാറ്റേ തെങ്ങിടാൻ വേണ്ടിയുള്ള പൊട്ടാഷ്യം പിന്നെ യൂറിയും റോക്ക് ഫോസ്ഫേറ്റും കൂടി മിക്സ് ചെയ്താണ് ഈ ബക്കറ്റിൽ. അത് ഒന്ന് റിക്കറ്റ് കൊടുക്കും ലേശം ഒന്ന് വേണ്ടല്ലേ? അല്ല അത് വേണ്ട. ഞാനും ഞങ്ങളടുത്തേ ആശിക്കിനിടുന്ന് പിന്നെ 8 അല്ല 15 രൂപ വാങ്ങിയില്ല. വേറെ വേറെ വാങ്ങി ഇവിടുന്ന് മിക്സാക്കി. അവിടെ തന്നെയാണ് വീട്ടിലിട്ടിട്ട് ചെയ്താൽ മതി അല്ലേ? അങ്ങനെ ഞാൻ നേരം നോക്കട്ടെ വന്നു. ഇതിട്ടോ സൂപ്പർ മീല് ഇടാൻ പോവാണ്. അടിയിൽ എല്ലാം ചാണകപ്പൊടി ഇട്ടീനോ? ഏട്ടന് ചാണകപ്പൊടി എല്ലാം വേണം. വെയില് കുറെ എത്തുമ്പോക്കേ ഇതൊരു പാകായിക്കോളേ കിട്ടും. തുടക്കത്തിൽ അധികം വാങ്ങാൻ മതി. മാവിന്റെ പേര് അടിക്കാനുള്ള പോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചാണകപ്പൊടി നനച്ച് മിക്സ് ചെയ്തിട്ട് എന്നാ പിന്നെ വേറെ കീടങ്ങൾ വരില്ല. ഇപ്പൊ നമ്മള് ഇതാ മറ്റേ എന്താ ഡിഗ്രി കമ്പോസ്റ്റ് അതിന്റെ മറ്റേ പുഴുണ്ടായിരുന്നോ അവിടുത്തെ ചാണകപ്പുഴു ഇപ്പൊ ഞങ്ങളൊന്നും കൂടെ സാധാരണ ചാണകപ്പൊടിയിലല്ലേ ഉണ്ടാവല് ആണല്ലേ? അതില് ചാണകം മിക്സ് ചെയ്യണ്ടോ? വരാൻ പാടില്ല. അതൊരു വളമാണ്, ചെറിയൊരു വളവിനുണ്ട്. വളണ്ട് അപ്പൊ മാത്രം ഇട്ടിങ്ങോട്ട് ചീരായിട്ട് എല്ലാം ഉണ്ടാവില്ലേ? ഈ ഉള്ളിച്ചാക്കിന്റെ മുകളിലേ ചുവന്ന ഒരു ഉള്ളിച്ചാക്ക് അതിന്റെ മുകളിൽ ഒരു നിറയ്ക്കാം മിക്സ് അറിയണ്ടോ ചാക്ക്. അതേമാതിരി ഉള്ളി നിറച്ചിട്ട് ചാക്കോട് പരത്തിട്ടേക്കാം. എന്നിട്ട് അതിന്റെ മുകളിൽ വിത്തിട്ടേക്കാം. നമ്മളെ ബോക്സിന് പകരം അല്ലേ? കറുപ്പ് ബോക്സിന് പകരം നല്ല വൃത്തി നല്ല ഭംഗിണ്ടാവും കാണാതെ. അത് ശരിയാ. ചുവന്ന ചീര മണ്ടല നല്ല ഭംഗിണ്ടാവും. അത് അതിന്റെ നിറഞ്ഞു എടുക്കില്ലേ ഒരു ചാക്കിലിങ്ങനെ ഒന്നായിട്ട് നിറയുണ്ടാവും. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഉള്ളിച്ചക്ക് ഇവിടെ പീടിക പറയാൻ കിട്ടും. ഞങ്ങൾക്ക് എല്ലാ പിടിയിലുണ്ട്. എൻ്റെ അടുത്തുണ്ടാവും ഒരു മുമ്പൊക്കെ ഒരു ചാക്കുന്നൂല് കട്ടാപ്പിക്കുന്നത്. ഇപ്പൊ പ്ലാസ്റ്റിക് കവറിലിടലല്ലോ. അവിടുന്ന് നോക്കിയാ അത്ര ഫാൽക്കം മേടിക്കണം. നല്ല വില ഉണ്ടാവും. 700 ഞാൻ അവിടേക്ക് തൃശ്ശൂരേക്ക് ഒരു 6 പോയി 8 ഈ ലെവലിൽ വന്ന കല അതല്ല നമ്മൾ നിൽക്കുന്ന ലെവലിൽ ഇടുന്നു. അതുകൊണ്ടല്ലേ ആ ലെവലിൽ വളം വേണമെങ്കിൽ കൊടുക്കാം. ഒരു 3 മാസം കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ വരും. ഇത് ഇളകിയ മണ്ണായോണ്ടേ ഇത് ഈ ഇതോട്ടോ പിന്നെ ഇതെടുത്തതേ ഒന്നെങ്കിലും ഒക്കെ ഉണ്ടാവും. ആ കൊല ആയിട്ടുള്ള ഒരു കുരുമുളക് കാണിച്ചു തന്നിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ കുറച്ച് കട്ടിങ്സ് ശ്രീധരേട്ടൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ, ഫാമിൽ കുറച്ച് ബഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു.
നാംഡോക് മായി എന്ന് പറഞ്ഞ ഒരു ഇനം മാവാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ പറയാൻ മറന്നിരുന്നു. അപ്പോൾ അതാണ് ഈ മാവിൻ്റെ പേര്. അപ്പം നന്നായി നനച്ചും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്രീധരേട്ടൻ. അപ്പം നിറയെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താണല്ലോ. അപ്പോൾ ഇപ്പം മഴേൻ്റെ ലക്ഷണമൊന്നും കാണാനുമില്ല. അപ്പം നന്നായി നനച്ചും കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ കുമ്പളം ഇഷ്ടംപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വള്ളിയിൽ നിന്ന് ഉണ്ടാവാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ വള്ളിയൊക്കെ കളഞ്ഞ് കുമ്പളം എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് കുമ്പിക്കൽ കുരുമുളക് എന്ന് പറഞ്ഞ ഒരു ഇനാണ്. അപ്പോൾ അത് ഇനി നട്ടു കൊടുക്കാറുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മുടെ കുറ്റിക്കുരുമുളകാണ്. അപ്പോൾ ഇപ്പോൾ അടുപ്പിച്ച് മഴയല്ലേ, അപ്പോൾ അത് കൂമ്പ് ചെയ്യും വിചാരിച്ചിട്ട് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചതാട്ടോ. കുറ്റിക്കുരുമുളക് ഇങ്ങനെ ബുഷായിട്ടാണ് വളരുക. അപ്പം നമുക്ക് ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സമയങ്ങളിലൊക്കെ മാറ്റി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.